നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ വീട്ടിലെ റേഷൻ കാർഡിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ ശ്രദ്ധിക്കുക. 2000 രൂപയിൽ ആരംഭിച്ച 5 ലക്ഷം രൂപ വരെ ഇവർക്ക് ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ചേർത്താണ് ഈ വീഡിയോ. എല്ലാവരും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. ഈ ഡിസംബർ മാസം 31 മുൻപ് അപേക്ഷ വയ്ക്കേണ്ട 2 പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പദ്ധതി മന്ദഹാസം എന്നുള്ള പദ്ധതിയാണ്. കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പല്ലുകളുടെ കേടുപാടുകളുള്ളവർക്ക് അത് പരിഹരിച്ച് കൃത്രിമ പല്ല് സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 10,000 രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ BPL അല്ലെങ്കിൽ AV റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം. അതുമാത്രമല്ല 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം വ്യക്തിക്ക്. ഇതുകൂടാതെ തന്നെ നമ്മളുടെ പല്ലിന് കേടുപാടുണ്ട് എന്ന് ഒരു ഡെന്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ്, കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖ അല്ലെങ്കിൽ BPL റേഷൻ കാർഡ് ഇവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അതിനുശേഷം റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നതും ഏത് സമയത്താണ് എത്തിച്ചേരേണ്ടത്, പല്ല് സെറ്റ് സ്ഥാപിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനുശേഷം അപ്ഡേഷനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നൽകുന്നതുമായിരിക്കും. രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വയോമധുരം എന്നുള്ള പദ്ധതി. പ്രമേഹ രോഗികളായിട്ടുള്ളവർക്ക് 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ പ്രതിദിനമുള്ള ഗ്ലൂക്കോസ് ലെവൽ അത് കൃത്യമായിട്ട് അറിയുന്നതിനൊക്കെ വേണ്ടി, അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണിത്. എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട്. ഈ വർഷത്തെ അപേക്ഷകളും ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഡിസംബർ 31 മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുക. BPL റേഷൻ കാർഡ് അല്ലെങ്കിൽ AV റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിലേക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ഇത് പ്രമേഹ രോഗിയാണ് എന്ന്, ഈ വ്യക്തി പ്രമേഹ രോഗിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രം മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ നമ്മളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ, ആധാർ പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തിക്ക് 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ 5 ലക്ഷം രൂപ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് നമുക്ക് ലഭിക്കുക. ഏത് ആശുപത്രി, അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ടൈപ്പുള്ള ഏത് ആശുപത്രിയിലും നിലവിലുള്ള രോഗങ്ങൾക്കുൾപ്പെടെ കവറേജ് ലഭ്യമാണ്. നിലവിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു കാർഡ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ KYC ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പോയി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 2026 മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾക്കുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ പെൻഷൻ പദ്ധതിയാണ്. 2000 രൂപ വരെയൊക്കെയാണ് പെൻഷനായിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീം, വിധവാ പെൻഷൻ സ്കീം, ഭിന്നശേഷി നേരിടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ, ഇതെല്ലാം തന്നെ പ്രതിമാസം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും. നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ പെൻഷൻ വിതരണം സുഗമമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നവജീവൻ വായ്പാ പദ്ധതിയാണ്. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റോ അല്ലെങ്കിൽ ഉൽപ്പാദന വിതരണ സേവന യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി, ഏത് ചെറിയ തൊഴിലുമാകാം, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ചെറിയൊരു വായ്പാ പദ്ധതി 50,000 രൂപ വരെ 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് നൽകുന്നുണ്ട്. ഇതിൽ 12,500 രൂപയോളം സർക്കാർ സബ്സിഡി ആയിട്ട് നൽകും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നവജീവൻ എന്നുള്ള ഒരു വായ്പാ പദ്ധതിയാണ്. ചെറിയ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ കുട നിർമ്മാണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ മിനി കഫേകളാകാം, ഇനി അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ യൂണിറ്റുകളാവാം, അല്ലെങ്കിൽ ചെറിയ പലചരക്ക് കടകളോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങളോ, എല്ലാത്തിനും ഇവിടെ ചെറിയ സഹായമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും നൽകേണ്ട ആവശ്യവുമില്ല. ഇനി എല്ലാ വർഷവും APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ സംസ്ഥാനത്തെ 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് സൗജന്യമായിട്ട് കട്ടില്, കമ്പിളി പുതപ്പുകൾ, കൃത്രിമ സഹായ ഉപകരണങ്ങൾ, ഇത്തരത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളാണ് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതോടൊപ്പം കോർപ്പറേഷനുകൾ തോറും വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും അർഹതയുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ആനുകൂല്യ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ വിതരണം അവസാനിച്ചു. അടുത്ത വർഷം ഇതുവരെ അപേക്ഷ വയ്ക്കാത്തവർ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.